പിന്നെ സൗഹൃദത്തിലോട്ട് വരികയാണെങ്കിൽ ശരി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ, സുഹൃത്തുക്കളുണ്ടോ? ഇൻഡസ്ട്രിയിലെക്കാട്ടിലും ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയാണ് നല്ലൊരു ഫ്രണ്ട് ഉള്ളത്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ സുഹൃത്തുക്കളെ എങ്ങനെയാ കൂട്ടാൻ കൊള്ളൂ? അങ്ങനെയല്ല, പൊതുവെ നമ്മൾ പറയുന്നത് വർക്ക് ലൈഫ് ആൻഡ് അല്ലേ, പേഴ്സണൽ ലൈഫ് വേറെ വേറെ വെക്കണം, അങ്ങനെയാണോ? ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയിൽ എൻ്റെ ഏറ്റവും നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആൻഡ് ബ്രദറായിട്ട് ഞാൻ കാണുന്നത് രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം പുള്ളി നമുക്കൊരു ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടുണ്ടെങ്കിലും വളരെ നന്മയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഒരു പരിഗണിക്കുക, നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും ഒരു ബ്രദർ, ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ നമ്മളെ പരിഗണിച്ച് അങ്ങനെ കൂടെ നിർത്തുന്ന ഒരു വ്യക്തി, നല്ല മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് അമൃത ഒരു ആർട്ടിസ്റ്റാണ്, രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. സോ അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട്, എന്നാൽ ഞാൻ പറഞ്ഞല്ലോ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, പക്ഷേ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ്ലി ഓക്കെ, നല്ലൊരു സൗഹൃദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ ദോഷമൊന്നും ഇല്ലാത്ത, കുഴപ്പമില്ലാതെ പോകുന്നു, അത്രയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നെപ്പോഴും സംസാരിച്ച സമയത്ത് ഒരുപാട് ലൈഫിൽ ഒരുപാട് പേര് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു മോശം അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ? പലപ്പോഴും നമ്മൾ ജസ്റ്റ് ഒരു മാർജിനലൈസ് ആയി പോവാറുണ്ട് പല സാഹചര്യങ്ങളിൽ. ഇപ്പം 3 പേരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അദൃശ്യനായിട്ടായിരിക്കും ചിലപ്പം ചില ഫ്രണ്ട് സർക്കിളിൽ, സോക്കോൾഡ് ആർട്ടിസ്റ്റുകളുടെ ചില ഗ്രൂപ്പുകളിൽ, പല സെറ്റുകളും ഗ്രൂപ്പിസം ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാവാത്ത ആളാണ് ഞാൻ. കാരണം നമ്മൾ ആ എന്തോ എന്നെ കൂട്ടാത്തതല്ല, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ മാറുന്നതാണ്. നമ്മളെല്ലാവരും അടുത്ത് ഒരുപോലെ സംസാരിച്ച് അങ്ങനെ അങ്ങ് പോവാം. എൻ്റെ പ്രത്യേകം ഒരു ഫേവറിറ്റിസം ഒന്നും കാണിക്കാറ് താല്പര്യമില്ല എല്ലായിടത്തും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈവൻ സീരിയൽ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടെക്നീഷ്യൻസുമായിട്ടായിരിക്കും ഞാൻ കൂടുതൽ കമ്പനി. ആർട്ടിസ്റ്റായിട്ട് കമ്പനിയാണ്, സ്റ്റിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ഇടപെടുന്നത് ഞാൻ ടെക്നീഷ്യൻസിനോട്. അതായത് ആർട്ട്, നമ്മുടെ അടുത്ത് പറയാനാണെങ്കിൽ ആർട്ട് ഡയറക്ടർ വിഷ്ണു, ഇപ്പം ചെയ്യുന്ന വിഷ്ണു ആണെങ്കിലും, ഈവൻ ഡ്രൈവേഴ്സ് ആണെങ്കിലും, ഈവൻ എല്ലാവരും, കോസ്റ്റ്യൂമേഴ്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, സംസാരിക്കുമ്പോൾ ഭയങ്കര വളരെ അവിടെ എന്ത് രസമായിട്ടാണ് നമ്മളുടെ അടുത്ത് ഇടപെടുന്നത്. ഇത് ചോദിച്ചതിന്റെ റീസൺ, ഞാൻ ആരുടെയും ഫേവറേറ്റ് അല്ല എന്നൊരു ടേം എപ്പോഴും ഒന്ന് പറഞ്ഞപ്പോൾ എക്സാക്ട്ലി അതെന്താ അങ്ങനെ തോന്നാൻ റീസൺ എന്താ? അത് നമ്മൾ ഓരോ സിറ്റുവേഷൻസും നമ്മളെ കൊണ്ട് എത്തിക്കുന്ന റിയലൈസേഷനാണ് ആരുടെയും ഫേവറേറ്റ് അല്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ഇടപെടുമ്പം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് ജെനുവിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്, അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് അവൈലബിൾ ആവും, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഫ്രണ്ടായിട്ടാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തിരിച്ച് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പം കോൺടാക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ അവർ അവൈലബിൾ ആകണം എന്നില്ല, മനസ്സിലായി. അപ്പോൾ പിന്നീട് ഇടയ്ക്ക് എപ്പോഴും സംസാരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് ചേർത്ത് വെച്ചേക്കുന്ന ആളുടെ സംസാരത്തിൽ പോലും നമ്മൾ ചിലപ്പം നമ്മുടെ പേര് ഒരിക്കലും വരാറില്ല. മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാക്കുകളിലും വരും, കോൺവെർസേഷനിൽ വരും. അപ്പം ഞാൻ എടുത്തു ചോദിക്കും, അത് ഞാൻ നമ്മളും ഇതിൻ്റെ നല്ല ഫ്രണ്ടല്ലേ, പിന്നെ അതെ, അപ്പം മനസ്സിലാവും ശരി അല്ല, അത് പറഞ്ഞ് പറയിപ്പിക്കേണ്ട കാര്യങ്ങളല്ല ശരിക്കും. എങ്കിലും എൻ്റെ നിസ്സഹായ അവസ്ഥയെ കൊണ്ട് ഞാൻ ചോദിച്ചു ആണോ അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു പ്ലേസിലോട്ട് കയറി പോകുമ്പോൾ അവർ കോൺവെർസേഷൻ നിർത്തുക, അതൊക്കെ ഭയങ്കര അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം 3 പേര് നിൽക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ സോക്കോൾഡ് ക്ലോസ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അയാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് സ്വിച്ച് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇതുവരെ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലൂമി ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലല്ലോ ആ വ്യക്തി. അപ്പം മനസ്സിലാക്കാമല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഞാൻ സ്വയം മനസ്സിലാക്കേണ്ടി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് ഒരു ഗ്രൂപ്പിലൊക്കെ നിന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലും ഇവർ തെറ്റിക്കഴിഞ്ഞാൽ വമ്പൻ പണികളാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്നും ഭാഗമല്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്കിന് ഭയങ്കര റിലാക്സ്ഡ് ആണല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ പോസിറ്റീവാണ്. ശരിയാണ്. പക്ഷെ എങ്കിലും ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ ചില ഫ്രണ്ട്സ്, ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കേൾക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്, എന്തെങ്കിലും വർത്തമാനം പറയാം. വീട്ടിൽ പേരൻസിൻ്റെ അടുത്ത് പറയുമ്പോഴും അമ്മയുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം, എന്തും പറയാം, അച്ഛൻ്റെ അടുത്തും അത് പറയാറുണ്ട്. പിന്നെ അവിടെ ലിമിറ്റ് ഒന്നുമില്ല, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ അമ്മയെ നമുക്ക് കണക്കാക്കാം. പിന്നെ അച്ഛനോടൊരു പേടിയും ബഹുമാനം, നോർമലി ഒരു ഗ്യാപ്പ് അച്ഛന്മാരെപ്പോഴും അങ്ങനെയാണല്ലോ. അതിനല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഫ്രണ്ട്സ്. പക്ഷെ ഇവരൊക്കെ തന്നെ കാണത്തുള്ളൂ. എനിക്ക് തീർച്ചയായിട്ടും, തോന്നുന്നല്ലേ നമ്മൾക്കൊരു ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾക്ക് നമ്മളൊക്കെ അല്ലേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? പിന്നെ ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ഒരു കോൺടാക്റ്റിൽ ഒരു ഫോൺ എടുക്കുക നോക്കുമ്പോൾ 10,500 കോൺടാക്റ്റുകളുണ്ട്. ആരെ വിളിക്കും? അതെ കിട്ടുന്നില്ല, പേര് കിട്ടുന്നില്ല. അപ്പം പിന്നെ എന്താ? അതെ, കേൾക്കാൻ ഒരാളില്ല. ആരോട് പറയും? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനിട കൂടെ വരാമോ എന്ന് ചോദിക്കാൻ പെട്ടെന്ന് എനിക്കറിയത്തില്ല ആരോട് ചോദിക്കണോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരുപാട് പേരോട് പല കാര്യങ്ങളും പറഞ്ഞ് പണി കിട്ടുന്നതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നില്ലേ? ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും ഒരാൾ ഉണ്ടായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വല്ലാതെ ചൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സജിൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ടൈം ഒരു സൗഹൃദം കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല സൗഹൃദമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിലവിലൊരു നല്ല സൗഹൃദമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തുനിന്ന്, അത് രജിത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് അങ്ങനത്തെ നല്ല നല്ല നാട്ടിൽ, പക്ഷേ എങ്കിലും എനിക്ക് പറഞ്ഞല്ലോ വലിയൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതാണല്ലേ. പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കുന്നില്ല. ഇൻ കേസ് നമ്മൾ ചേർത്ത് നിർത്തുന്നവർക്ക് നമ്മളൊരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിക്കലായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ പതുക്കെ അങ്ങ് പോവും, പടിയിറങ്ങി പോവും, അത്രേ ഉള്ളൂ. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെന്തിനാ നിൽക്കുന്നത്? അവരായി അവരുടെ പാടായി. നമ്മളില്ലെങ്കിൽ അവർ ഹാപ്പി ആണെങ്കിൽ, ബിക്കോസ് നമ്മുടെ ആബ്സെൻസ് അവർക്കൊരു മാറ്ററേ അല്ലെങ്കിൽ പിന്നെന്തിനാ അവിടെ നിൽക്കണം? ഓക്കെ. സജിൻ ജോൺ എന്ന് പറഞ്ഞ ആക്ടർ മാത്രമല്ല ഒരു പ്രൊഫഷൻ കൂടിയുണ്ട്. എത്രമാത്രം സേഫാണ് ഈ മീഡിയ ഇൻഡസ്ട്രി, എസ്പെഷ്യലി സീരിയൽ ഇൻഡസ്ട്രി, ഒരു പ്രൊഫഷൻ കയ്യിലില്ലാതെ ഇഫ് വി ആർ ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദിസ് ആക്ടിങ്, അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സേഫാണ്? സേഫ് അല്ല. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ എക്സ്ട്രാ ഒരു ഇൻകം ഉള്ള ജോലി കൂടെ വേണം, അല്ലെങ്കിൽ അതുപോലെ ഡേയ്സ് കിട്ടണം. എന്നാലും ഒരു വർക്കിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാം, ചിലപ്പോൾ ഒരു 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ നിന്ന് പോവാം. ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താ പറയുക, നമുക്കൊരു സ്ഥിരത അല്ലെങ്കിൽ ഈ കാര്യം ഇന്നതാണ് എന്ന് പറയാൻ നമുക്കൊരു ഉറപ്പില്ലായ്മയാണ്. ഇപ്പോൾ ഒരു പടം ചെയ്തിട്ട് തന്നെ കഴിഞ്ഞിട്ട് അടുത്ത ചിലപ്പോൾ പടം ചെയ്യാൻ ചിലപ്പോൾ ഒരു 5-6 വർഷം ചിലപ്പോൾ എടുത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് അത്രയും നാളെ എങ്ങനെ തള്ളിപ്പോകും നമ്മൾ, എങ്ങനെ സർവൈവ് ചെയ്യും? അതൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉള്ളൊരു ജോലി, പലരും ഗവൺമെൻറ് ജോലി വിട്ടിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് വിട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ മണ്ടന്മാരല്ലേ ഇവർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലർക്ക് ഇപ്പം നമ്മൾ പറയില്ല, ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. എത്ര പാഷൻ ഉണ്ടായാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ എത്തിപ്പെടാം. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സ്ട്രഗിള് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ സജിൻ ആക്ച്വലി ഒരു മോഡലാണല്ലേ, ഒരു മാതൃകയാണല്ലോ. ആ തരത്തിൽ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഇപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണോ അങ്ങനെ പോട്ടെ. ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏത് ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറയില്ലേ ഇൻഡസ്ട്രിയിൽ? എനിക്ക് സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം.